ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ജഡായു റോക്സിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ? കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ജഡായു പാറ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അടുത്ത ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്നേ. ശരിക്കും ഒരു ട്രക്കിംഗ് അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാർക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ് ജഡായു റോക്ക്. ഏകദേശം 700 അടി ഉയരത്തിലാണ്. നമ്മൾ സാധാരണ സ്ഥലത്ത് നിന്ന് 700 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവർ ഒരിക്കലും നടന്ന് കയറാൻ ശ്രമിക്കരുത്. എന്തെങ്കിലും പ്രോബ്ലമൊക്കെ ഉള്ളവർ, അവർക്ക് ഇലക്ട്രിക് ക്യാബിൻസ് ഉണ്ട്, അത് യൂസ് ചെയ്ത് മുകളിലെത്താവുന്നതാണ്. ഞങ്ങൾ നടന്നാണ് കയറിയത്. നടന്ന് കയറുമ്പോഴാണ് അതിൻ്റെ ആ ഒരു യാത്ര നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്നത്. വളരെ നല്ലൊരു യാത്രയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ജഡായുപ്പാറയുടെ വ്യൂസ് എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുമുള്ള അതായത് 4 വശവും നമുക്ക് ചുറ്റും അത്ര മനോഹരമായ വ്യൂസാണ്. അതവിടെ ശരിക്കും നമുക്ക് പറഞ്ഞ് മനസ്സിലാവില്ല, അവിടെ ചെന്ന് കാണുക തന്നെ ചെയ്യണം. അതിമനോഹരമാണ് കാണാനായിട്ട്. ഈ ജഡായുവിൻ്റെ ശരിക്കുള്ള ഐതിഹ്യം അല്ലെങ്കിൽ കഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാവുന്ന രീതിയിലാണെന്ന് ചുരുക്കി പറയാം. രാവണൻ സീതാദേവിയെ ആകാശത്തിലൂടെ അപഹരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആകാശമധ്യേ ജഡായു വന്ന് രാവണനെ തടയുകയും രാവണന് ഈ ജഡായുവിനെ ചെറുത്ത് നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചന്ദ്രഹാസം എന്ന് പറയുന്ന വാൾ ഉപയോഗിച്ച് ജഡായുവിൻ്റെ ചിറകുകൾ അരിയുന്നു. ചിറകുകൾ അരിഞ്ഞ ജഡായു ഈ പാറയുടെ മുകളിൽ വന്ന് പതിക്കുന്നു. പതിക്കുന്ന സമയത്ത് ജഡായുവിൻ്റെ കൊക്ക് ഉരസി അവിടെ ഒരു ചെറിയ ഉറവ ഉണ്ടാവുകയും പാറയുടെ മുകളിൽ അതിൽ നിന്ന് ഉണ്ടായ ജലം അല്ലെങ്കിൽ ദാഹജലം ആണ് ജഡായു ദാഹം ശമിപ്പിച്ചത്. അതിൽ നിന്ന് ആ വെള്ളം കുടിച്ചിട്ട്. അപ്പം ആ ഒരു ഉറവ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അത് ഒരിക്കലും എത്ര വലിയ വേനൽ വന്നാലും അതിൽ ജലം വറ്റി പോകത്തില്ല. അത് വറ്റാത്തൊരു ഉറവയായിട്ട് ഇപ്പോഴും അത് സംരക്ഷിക്കുന്നുണ്ട്. നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ ശ്രീരാമൻ വരുന്നത് വരെ ജഡായു ആ പാറയുടെ മുകളിൽ ജീവനോടെ കിടന്നു എന്നും ശ്രീരാമചന്ദ്രൻ വന്ന് ജഡായുവിന് മോക്ഷം കൊടുക്കുന്നു. അതാണ് ശരിക്കും ജഡായു പാറ. അപ്പോൾ ഇവിടെ ഒരു വലിയ ജഡായുവിൻ്റെ ഒരു മനോഹരമായ ഒരു ആർക്കിടെക്ചർ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അത് ശരിക്ക് നമുക്കത് നന്നായിട്ട് കാണാൻ പറ്റും. അതിനകത്ത് പക്ഷേ എക്സിബിഷൻ ഹാൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഞങ്ങളതൊന്നും നമുക്ക് ചെന്നിട്ട് കാണാൻ പറ്റിയില്ല. ഞാനും എൻ്റെ സിസ്റ്ററും മകനും ഹസ്ബൻഡും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും. പക്ഷേ ഞങ്ങൾക്ക് അതിനകം കാണാൻ പറ്റിയില്ല. നമുക്ക് എക്സിബിഷനും കാര്യങ്ങളും അങ്ങനെയുള്ളതൊന്നും കാണാൻ, അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അതിനകത്ത് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. പോകുന്ന വഴിയിൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ 700 അടി ഉയരത്തിലാണ്. ഇതിൻ്റെ പോകുന്ന വഴിയിൽ 3 സ്ഥലത്തോ മറ്റോ നമുക്ക് ദാഹജലം തരും. അത് നമുക്ക് വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിച്ച് മുകളിലോട്ട് കയറാം. പിന്നെ മുകളിൽ ചെന്നാൽ ഒരു ചെറിയ ടീ ഷോപ്പ് പോലെ ഉണ്ട്. അതായത് നമ്മളൊരു ചെറിയ ടീ ഷോപ്പും പിന്നെ നാരങ്ങ വെള്ളവും അങ്ങനെ കുറച്ച് ഇതൊക്കെ ചെറിയ സ്നാക്സ് പോലെയൊക്കെ കിട്ടും. അത്യാവശ്യം നമുക്കപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ച് ഒന്ന് എനർജറ്റിക് ആവാം ചെന്ന് കഴിഞ്ഞാൽ. പിന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ശരിക്ക് അവിടുത്തെ വ്യൂ ആണ് ശരിക്ക് പറയേണ്ടത്. അത്ര മനോഹരമാണ്. പിന്നെ ശ്രീരാമചന്ദ്രൻ്റെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. ശ്രീരാമനാണ് അവിടുത്തെ പ്രതിഷ്ഠയും. അപ്പം പിന്നെ ശ്രീരാമചന്ദ്രൻ്റെ കാൽപാദങ്ങൾ പതിച്ച സ്ഥലം ഇപ്പോഴും അവർ നന്നായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ ആ കാൽപാദത്തിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും. കാര്യം ടോപ്പ് ഭാഗം ഗ്ലാസ് ഉപയോഗിച്ചാണ് അവർ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് നോക്കുമ്പോൾ നന്നായിട്ട് കാൽപാദങ്ങൾ കാണാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്യും, അവിടെ കളിക്കാനൊക്കെ പറ്റും. അവർക്ക് അത്യാവശ്യം നല്ലപോലെ കളിച്ച് രസിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു സ്പേസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയും അടി മുകളിൽ, ഇത്രയും പാറയുടെ മുകളിലാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് കൂടി എന്ന് നമ്മൾ ഓർക്കണം. അത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ശ്രീരാമചന്ദ്രൻ്റെ ക്ഷേത്രമാണ് ശരിക്ക്. പിന്നെ നമ്മൾ പറയും കുരങ്ങന്മാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഈ ഇട്ടേക്കുന്ന മാലയും പുഷ്പങ്ങളൊക്കെ അവർ പിച്ചിയൊക്കെ എടുത്തിട്ട് കഴിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ശ്രീരാമചന്ദ്രൻ്റെ ക്ഷേത്രത്തിൽ ഇവിടെ നമ്മളെല്ലാവരും കയറി തൊഴുകും. നമുക്ക് ചന്ദനമൊക്കെ തരും.
പിന്നെ അതുപോലെ തന്നെ ഇതാണ് ശ്രീരാമചന്ദ്രൻ്റെ കാൽപാദം പതിച്ച സ്ഥലം. ഇങ്ങനെ ഗ്ലാസ് ഇട്ട് അത് സംരക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി ആൾക്കാർ ക്യാഷൊക്കെ ഇട്ടിട്ടുണ്ട്, പൈസ ഇങ്ങനെ കോയിൻസൊക്കെ. ഇങ്ങനെ അത് നല്ല റിസ്ക് എടുത്താണ് ഇടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ട്രിപ്പായിരുന്നു. നിങ്ങൾ പറ്റുവാണെങ്കിൽ കൃത്യമായി ഇവിടെ ഒന്ന് പോകണം. ഞാൻ പറഞ്ഞില്ലേ, ട്രക്കിങ്ങും അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ്. കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് ഈ ബിൽഡിംഗ് ഇതിനകത്ത് കയറാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിനകത്ത് എക്സിബിഷൻ ഹാൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ജടായുവിൻ്റെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ കാണാമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.